അടുത്തിരുന്ന് ആരെങ്കിലും ഇതുപോലെ ശബ്ദമുണ്ടാക്കി ചിപ്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദത്തോടു കൂടി ചായ കുടിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ദേഷ്യം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് മിസോഫോണിയ ആയിരിക്കാം. മിസോഫോണിയ, ഞാനിന്ന് പറയാൻ പോകുന്നത് മിസോഫോണിയ എന്ന മാനസികാവസ്ഥയെപ്പറ്റിയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റിയുമാണ്. ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥതയോ ദേഷ്യമോ പരിഭ്രമമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയെയാണ് മിസോഫോണിയ എന്ന് വിളിക്കുന്നത്. ചിപ്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ഉണ്ടാവുന്ന ശബ്ദം മാത്രമല്ല, പേനയുടെ ടിക് ടിക് ശബ്ദവും കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ശബ്ദവും എല്ലാം ഇതിൽ പെടുന്നവയാണ്. ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് ഒരു പ്രത്യേക അവസ്ഥയാണ്. നമ്മുടെ തലച്ചോറ് ചില ശബ്ദങ്ങളെ ഒരു ഭീഷണി സിഗ്നലായി തെറ്റിദ്ധരിക്കുന്നതാണ് സത്യത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണം. ചില ശബ്ദങ്ങൾ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിൽ അസാധാരണമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ഇത് ശരീരത്തിൽ പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോവുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മിസോഫോണിയയുടെ കൃത്യമായ കാരണങ്ങൾ പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല, പക്ഷേ ഈ അവസ്ഥ ജനിതകപരമായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിന് കാരണമായേക്കാം. ചില ആളുകളിൽ ഇത് വളരെ ചെറിയ രീതിയിലായിരിക്കാം, മറ്റു ചിലർക്ക് ഇത് നിയന്ത്രിക്കാനാവാത്ത തരത്തിലും. അത്തരക്കാർക്കായി കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT പോലെയുള്ള ചികിത്സാ രീതികളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെടാൻ പഠിക്കുന്നതാവും ഉചിതം. കാരണം മിസോഫോണിയെ മറികടക്കാനുള്ള ആദ്യപടി ഈ അവസ്ഥയെ അംഗീകരിക്കുക എന്നതാണ്.